അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അടിയന്തരമായി തിരിച്ചെത്തിച്ച 4 സഞ്ചാരികളും സുരക്ഷിതരാണെന്നും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയെന്നും നാസ അഡ്മിനിസ്ട്രേറ്റർ ജാറഡ് ഐസക്മാൻ അറിയിച്ചു. സ്പേസ് എക്സ് നാസ സംഘങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ആരോഗ്യ പ്രശ്നമുള്ള സഞ്ചാരി സുരക്ഷിതനാണെന്നും ഐസക്മാൻ വ്യക്തമാക്കി. ഇദ്ദേഹം ഉൾപ്പെടെ 4 പേരെയും വിദഗ്ധ പരിശോധനകൾക്കായി സാന്റിയാഗോ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അസുഖബാധിതനായ വ്യക്തിക്ക് പ്രാഥമിക ചികിത്സകൾ ഇവിടെ നൽകും. ഒരു രാത്രി ആശുപത്രിയിൽ ചെലവഴിച്ച ശേഷം സംഘത്തെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരി അടക്കമുള്ള 4 അംഗ സംഘവുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ച നാസയുടെ ക്രൂ 11 ദൗത്യ സംഘം ഭൂമിയിലിറങ്ങി. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര മടക്കം. ക്രൂ 11 സംഘവുമായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകം കാലിഫോർണിയ തീരത്താണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത ശേഷം 10.5 മണിക്കൂർ സമയമെടുത്താണ് ഡ്രാഗൺ പേടകത്തിന്റെ ലാൻഡിംഗ്. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് ഡ്രാഗൺ എൻഡവർ പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുലർച്ചെ ഡ്രാഗൺ എൻഡവർ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയയും നടന്നു. ഓസ്ട്രേലിയയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു ISSൽ നിന്ന് വേർപെട്ട ഡ്രാഗൺ എൻഡവർ ഭൂമി ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടത്. ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പേടകത്തെ ഇറക്കുന്ന ഡീഓർബിറ്റ് ജ്വലനം മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടന്നു. കാലിഫോർണിയയുടെ തീരത്തോട് ചേർന്ന് ശാന്തസമുദ്രത്തിൽ ഇറങ്ങിയ ഡ്രാഗൺ എൻഡവർ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ചുമതല സ്പേസ് എക്സിന്റെ പ്രത്യേക സംഘത്തിനായിരുന്നു. 2025 ഓഗസ്റ്റ് 1-നാണ് ക്രൂ 11 ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. ഓഗസ്റ്റ് 2-ാം തീയതി ക്രൂ ഡ്രാഗൺ എൻഡവർ പേടകം ISSൽ ഡോക്ക് ചെയ്തു. 6 മാസത്തെ ദൗത്യം പൂർത്തിയാക്കി ഈ 4 സംഘം 2026 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങാനാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സ്പേസ് എക്സിന്റെ ക്രൂ 11 സംഘത്തിന്റെ പേര് വെളിപ്പെടുത്താത്ത ഒരു നാസ പ്രതിനിധിക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെയാണ് ഭൂമിയിലേക്ക് അടിയന്തരമായുള്ള ഈ മടക്കം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.